ഷാഫി പറമ്പിൽ എംപിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടാൽ ബംഗളൂരുവിലേക്ക് കറങ്ങാൻ പോവുകയല്ലേ എന്ന് ഷാഫി പറമ്പിൽ ചോദിക്കുമെന്നാണ് സുരേഷ് ബാബുവിന്റെ പരാമർശം. 2026 സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം ഇതാണോ എന്ന് നേതാക്കൾ വ്യക്തമാക്കണമെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. പരാമർശം വിവാദമായതോടെ താൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് സുരേഷ് ബാബു മലക്കം മറിഞ്ഞു. ഷാഫി പറമ്പിൽ എംപി ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബംഗളൂരുവിലേക്ക് കറങ്ങാൻ വിളിക്കുകയാണെന്നും പൊതുപ്രവർത്തകർക്ക് ഇതൊന്നും സങ്കല്പിക്കാൻ പറ്റാത്തതുമാണെന്നാണ് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ്. ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. തനിക്കെതിരെ സിപിഎം ജില്ലാ സെക്രട്ടറി നടത്തിയത് വ്യക്തി അധിക്ഷേപമാണെന്നും ഈ രാഷ്ട്രീയമാണോ സിപിഎം 2026 പ്രയോഗിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ആരോപണം എന്ന് പറയുന്നതിന് പകരം അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സിപിഎം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ? ഇതാണോ സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക? ഷാഫിയുടെ പ്രസ്താവന വന്നതോടെ താൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ലെന്ന വാദവുമായി എൻ സുരേഷ് ബാബു രംഗത്തെത്തി. ഈ വാക്ക് പറയുമ്പോൾ ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല. ഹെഡ്മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത്? ഞാൻ ഷാഫി പറമ്പിലിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല. എന്നാൽ ഷാഫിയാണ് ഹെഡ്മാസ്റ്റർ എന്ന് പറഞ്ഞാണ് തുടർന്നുള്ള കാര്യങ്ങൾ എൻ സുരേഷ് ബാബു നേരത്തെ പറഞ്ഞത്. ഹെഡ്മാഷായിട്ടുള്ള ആളാരാ? ഇയാളെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് അല്ലേ? ഹെഡ്മാഷ് തന്നെ അത് തന്നെ ചെയ്യാണ്. അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? ആരോപണത്തിന്റെ തെളിവുകൾ സമയമാകുമ്പോൾ ഹാജരാക്കേണ്ടിടത്ത് ഹാജരാക്കുമെന്നും എൻ സുരേഷ് ബാബു പറഞ്ഞു. സുരേഷ് ബാബുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തി. മീഡിയ 1 പാലക്കാട്.